എല്ലാവർക്കും ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കിഷ്കിന്ധ കാണ്ഡത്തിന് ശേഷം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ഞെട്ടിച്ച ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സമീപകാലത്തെ ഏറ്റവും പുതിയ മിസ്റ്ററി ത്രില്ലർ സിനിമയാണല്ലോ ബേസിൽ ജോസഫ് നസ്രിയ കോംബോയിൽ തിയേറ്ററിലേക്ക് എത്തിയ സൂക്ഷ്മദർശിനി. സിനിമയുടെ രണ്ടാം ദിവസത്തെ കേരള ട്രാക്കിംഗ്, കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ ദിവസം തന്നെ ബേസിലിൻ്റെ ഒരു സിനിമയുടെ റെക്കോർഡ് FT കളക്ഷൻ നേരിടുത്ത സിനിമക്ക് 4,10,00,000 വേൾഡ് വൈഡ് ഗ്രോസ്. ഇപ്പോൾ ഇതാ രണ്ടാം ദിവസം ശനിയാഴ്ചയിലേക്ക് എത്തപ്പെട്ട ആദ്യ ദിവസം പോസിറ്റീവ് ലഭ്യമായ സിനിമ. രണ്ടാം ദിവസം വേറെ ലെവൽ ബോക്സ് ഓഫീസ് തരംഗം കേരളത്തിലെ വേൾഡ് വൈഡ് കളക്ഷൻ്റെ കാര്യത്തിലും നേരിടുത്തിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 66 ലക്ഷത്തിന് മുകളിലായിരുന്നു സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രേവ്സ്. എന്നാൽ ഇന്നിതാ 1,28,00,000 മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യ ദിവസം കേരളത്തിൽ 1,60,00,000 ഗ്രോസ് ഉണ്ടായിരുന്ന സിനിമയ്ക്കിന്ന് 2 കോടിയല്ല 3 കോടിയോളം രൂപ കേരള ഗ്രോസ് ആയി പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വെറും 2 ദിവസം കൊണ്ട് സൂക്ഷ്മദർശിനി കേരള ഗ്രോസ് 4,50,00,000 5 കോടി റേഞ്ചിലോട്ട് എത്തപ്പെടുന്നതാണ്. അപ്പോൾ വളരെ മികച്ചൊരു ബോക്സ് ഓഫീസ് തുടക്കം വെറും 2 ദിവസം കൊണ്ട് സൂക്ഷ്മദർശിനി കേരളത്തിൽ നേരിടുത്തിരിക്കുകയാണ്. സിനിമയുടെ രണ്ടാം ദിവസത്തെ ആകെ കേരള ഗ്രോസ് 4 കോടി കടക്കുമെന്ന് ഉറപ്പായപ്പോൾ ആദ്യ ദിവസം 4,10,00,000 വേൾഡ് വൈഡ് ഗ്രോസ് നേരിടുന്നത്. ഇന്ന് ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ വേൾഡ് വൈഡ് ഗ്രോസ് ഉണ്ടാക്കുമെന്ന് ഇപ്പോൾ ഇതാ ഉറപ്പാക്കിയിരിക്കുകയാണല്ലോ. ഇന്ന് 5 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ഗ്രോസ് ഒരൊറ്റ ദിവസം കൊണ്ട് പ്രതീക്ഷിക്കുന്ന സിനിമ അങ്ങനെയാണെങ്കിൽ 9-10 കോടി റേഞ്ചിലോട്ട് വെറും 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലോട്ട് എത്തുന്നതാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ വളരെ മികച്ച തുടക്കം നേരിടുത്ത സൂക്ഷ്മദർശിനിയുടെ നാളെ ഞായറാഴ്ചത്തെ ഉൾപ്പെടെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായി എല്ലാവരും കാത്തിരിക്കൂ.